രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനാണല്ലോ. ഈ സുന്ദര സുദിനത്തിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് പാൽപാത്രം നിരസിച്ച പ്രണയം. ദാറുൽഉലൂമിന്റെ ജനൽപ്പാളിയിലൂടെ അബൂബക്കർ റളിയല്ലാഹു പുറത്തേക്ക് നോക്കി. ആകാശം പുതച്ച് കുന്നുകൾ എല്ലാം മറന്നുറങ്ങുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ ജനൽ പഴുതിയിലൂടെ തണുത്ത കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. വെളുത്ത മരങ്ങൾക്കും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനുമിടയിൽ അബൂബക്കറിന്റെ ചിന്തകൾ മീനും നടന്നു. ആകാശം പതുക്കെ നിറം മാറാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ പുലരിയിലേക്കുള്ള പുറപ്പാടാണ്. പുലരിയെ വരവേറ്റുകൊണ്ട് കിളികൾ പ്രഭാതഗീതം പാടുന്നു. ഓ, എന്തൊരു പ്രശാന്തത! ആ സൗന്ദര്യത്തിൽ എല്ലാം മറന്ന് അബൂബക്കർ ലയിച്ചുപോയി. മക്കയിൽ ഉദിച്ച സത്യത്തിന്റെ വെളിച്ചവും ദാറുൽഅർഖമിന്റെ പുറത്തേക്ക് പ്രസരിക്കണം. മക്ക ഏറ്റെടുത്തു. മക്കയിൽ നിന്നും പുതിയ പ്രഭാതം ഉദിച്ചുയരും. ആർക്കാണ് ഈ വെളിച്ചം തടുത്തു നിർത്താനാവുക? അബൂബക്കറിന്റെ ചിന്തകൾക്ക് തീ പിടിക്കുകയാണ്. നാം പറയുന്നത് സത്യമാണ്. അത് മൂടി വെക്കുന്നത് എന്തിനാ? അത് പരസ്യമാക്കുക തന്നെ വേണം. ഒടുവിൽ എന്തോ തീരുമാനം ചോർച്ച പോലെ അബൂബക്കർ അവന് മുത്തുനബിയുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം താഴ്ത്തി, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അബൂബക്കർ അവന് പറഞ്ഞു തുടങ്ങി, നബിയെ, നമുക്ക് കഅബയിൽ ചെന്ന് പരസ്യമായി അല്ലാഹുവിനെ കുറിച്ച് പറയണം. ഒടുവിൽ സിദ്ദീഖിന്റെ നിർബന്ധത്തിന് വാങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം നടത്താൻ അനുമതി കൊടുത്തു. ഉറച്ച മനസ്സോടെ തീരമായ ചൂടുവെപ്പുകളോടെ അബൂബക്കർ കഅബയിലേക്ക് നടന്നു. തൊട്ടു പിന്നിലായി പ്രവാചകൻ. എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അത് തനിക്കായിരിക്കുമെന്ന ചിന്തയാണ് സിദ്ദീഖ് തങ്ങളെ മുന്നിൽ നടക്കാൻ പ്രേരിപ്പിച്ചത്. പ്രമാണിമാരും ധിക്കാരികളും ഗോത്ര നേതാക്കളും ശിങ്കിടികളുമെല്ലാം ഒരുമിച്ചിരിക്കുന്ന വെടിവട്ടത്തിലേക്കാണ് അവർ ആരെയും പേടിക്കാതെ അബൂബക്കർ കടന്നു ചെന്നത്. ഇസ്ലാമിന് വേണ്ടി സർവസ്വം സമർപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബൂബക്കർ ആരെ എന്തിനു ഭയപ്പെടണം? ഗംഭീരമായ സ്വരത്തിൽ അബൂബക്കർ വിളിച്ചു പറഞ്ഞു, ഹേ ഖുറൈശികളെ, കേട്ടുകൊള്ളുക. ആരാധനക്കർഹനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു മാത്രമാണ്. അവനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ വണങ്ങരുത്. നിങ്ങൾ അധർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ പിൻപറ്റി വിജയികളാവുക. അദ്ദേഹത്തിന്റെ സംസാരം ആ പ്രമാണിമാർക്ക് ഒട്ടും രസിച്ചില്ല. തങ്ങളുടെ മുമ്പിൽ നിന്ന് ആളാവുകയോ അതൊരിക്കലും അനുവദിച്ചുകൂടാ. മുഹമ്മദിനെയും പുത്തൻ പ്രസ്ഥാനത്തെയും എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇവന്റെ ഒരു ഉപദേശം. ഖുറൈശി തലവന്മാർക്ക് കലി കയറി. വിടരുന്നവനെ കൂട്ടത്തിൽ ആരോ വിളിച്ചലറി. പിന്നെ മുന്നും പിന്നും നോട്ടമുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി സിദ്ദീഖിന്റെ അടുത്തേക്ക് പാഞ്ഞടുത്തു. അധികാരികളായ കൂട്ടം അബൂബക്കറിനെ പാഞ്ഞു കയറി. ഇടതടവില്ലാതെ അവർ കൂട്ടമായി പ്രഹരിച്ചു. ഒരാൾ ആണി കടിച്ചു കയറ്റിയ മെറ്റിയാടി കൊണ്ട് മുഖത്താനടിച്ചു. ശരീരം രക്തം കൊണ്ട് ചുവന്നു. അബൂബക്കർ ബോധരഹിതനായി നിലത്തു വീണു. പരിശുദ്ധനായ റസൂലിന്റെ ഇഷ്ടത്തോയം തറയിൽ വീണ് കിടക്കുകയാണ്. മകന്റെ ദയനീയാവസ്ഥ കണ്ട് സൽമാ ബീവിയുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. തന്റെ മകൾ കണ്ണു തുറക്കുന്നത് അമ്മ കാത്തിരുന്നു. 3 ദിവസത്തിന് ശേഷം അബൂബക്കർ കണ്ണു തുറന്നു. അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അമ്മ. അവർ കയ്യിൽ കരുതിയിരുന്ന പാൽപാത്രം നീട്ടി. മോനെ, കുടിക്കൂ. അബൂബക്കർ വരണ്ട ചുണ്ടുകൾ നാവുകൾ നനച്ചു. എനിക്ക് വേണ്ട. എന്റെ നബിക്കെന്ത് പറ്റിയെന്നറിയാതെ ഞാൻ വെള്ളം കുടിക്കില്ല. എവിടെ പ്രവാചകൻ? എനിക്ക് എന്റെ നബിയെ കാണണം. കൊച്ചുകുട്ടികളെ പോലെ അബൂബക്കർ വാശി പിടിച്ചു. അദ്ദേഹത്തിന്റെ വാശിയോട് മത്സരിക്കാൻ അവർക്കാവില്ലായിരുന്നു. ഒടുവിൽ ഉമ്മയുടെയും സഹോദരിയുടെയും ചുമലിൽ
നബിയുടെ സ്നേഹം അബൂബക്കറിന്റെ ചിന്തയിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം നബി സ്വല്ലല്ലാഹു സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റി ജീവിച്ചു മരിക്കാൻ നാളെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.